തിരുവനന്തപുരം കടക്കാവൂരിൽ അധ്യാപികയുടെ മർദ്ദനത്തിൽ വിദ്യാർത്ഥിയുടെ കൈവിരലിന് പരിക്കേറ്റതായി പരാതി. 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് അധ്യാപിക മർദ്ദിച്ചത്. കവലയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ ഇംഗ്ലീഷ് അധ്യാപികയ്ക്കെതിരെയാണ് ഈ പരാതി. വേഗത്തിൽ എഴുതിയില്ല എന്ന് ആരോപിച്ചുകൊണ്ട് കുട്ടിയെ മർദ്ദിച്ചു എന്നാണ് പരാതി. വിരലിന് ഗുരുതരമായി പരിക്കേറ്റ കുട്ടിയുടെ കൈയിൽ നിലവിൽ പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. കടക്കാവൂർ പോലീസിലും സാമൂഹ്യക്ഷേമ വകുപ്പിലും രക്ഷിതാക്കൾ പരാതി നൽകിയിട്ടുണ്ട്. വ്യാഴാഴ്ച ലാസ്റ്റ് പീരീഡ് റിനി എന്ന് പറയുന്ന ഇംഗ്ലീഷ് ടീച്ചർ എൻ്റെ കുഞ്ഞിൻ്റെ കൈ ചൂരൽ വെച്ച് അടിച്ച് പരിക്കേൽപ്പിക്കുകയുണ്ടായി. അത് ഇംഗ്ലീഷ് സ്പീഡിന് എഴുതിയില്ലെന്നും പറഞ്ഞാണ് അങ്ങനെ ചെയ്തത്. കുഞ്ഞ് ആകെ മാനസികമായിട്ട് തളർന്ന് ഡിപ്രഷനായി. വെള്ളിയാഴ്ചയോട് ആകെ വയ്യാതായി. ശനിയാഴ്ച രാവിലെ വർക്കല താലൂക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടുന്ന് മരുന്നെല്ലാം തന്ന് ഇന്ന് വർക്കല താലൂക്കിൽ നിന്ന് റെഫർ ചെയ്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്ത് വിട്ടു. അവിടുന്ന് കൈക്ക് ചെറിയ ചതവ് പറ്റിയിട്ടുണ്ട്, സ്ക്രാച്ച് പറ്റിയിട്ടുണ്ട്. അങ്ങനെ പ്ലാസ്റ്റർ ഇട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇങ്ങനെ ഒരു കുഞ്ഞിനെ ചെയ്യരുത് ഒരിക്കലും. ഞങ്ങൾക്ക് നീതി കിട്ടുന്നവരെ ഞങ്ങൾ പോരാടും. സുനിഷ ഏലൂരുണ്ട് നമുക്കിപ്പം. സുനിഷ, കുഞ്ഞിന്റെ കൈ എല്ലാം വിളിച്ചു പറയുന്നുണ്ട്. എത്ര വലിയ മർദ്ദനം ആ കുഞ്ഞിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. വലിയ വേദന അനുഭവിക്കുകയാണ്. കയ്യിൽ പ്ലാസ്റ്റർ ഇട്ടിരിക്കുകയാണ്. പൊട്ടലുണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ നിന്ന് സമാനമായൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. ഇത്തരത്തിൽ തന്നെ ഒരു വിദ്യാർത്ഥിയുടെ കൈ ഒരു അധ്യാപകൻ തല്ലി ഒടിച്ചു എന്നുള്ളതായിരുന്നു ആ വാർത്ത. നമ്മുടെ നാട്ടിലെ ചില അധ്യാപകർ എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്? സുനിഷ, ഷിഹാസെ, ഇക്കഴിഞ്ഞ വ്യാഴാഴ്ച കടക്കാവൂർ കവലയൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് മർദ്ദനമേറ്റു എന്നുള്ളതാണ് പരാതിയായി ഉയർന്നിരിക്കുന്നത്. അതായത് ഈ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കുഞ്ഞ് വേഗത്തിൽ എഴുതിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് അധ്യാപിക മർദ്ദിച്ചു എന്നുള്ളതാണ് രക്ഷിതാക്കൾ ആരോപിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. ആ കുഞ്ഞ് ആദ്യ ദിവസം ഇത് വീട്ടിൽ പറഞ്ഞിരുന്നില്ല. പക്ഷേ പിന്നീട് കൈ മറച്ചു വെക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടാണ് രക്ഷിതാക്കൾ പരിശോധിച്ചത്. അപ്പോൾ കൈക്ക് നീര് വന്നതായി ശ്രദ്ധയിൽപ്പെടുകയായിരുന്നു. പിന്നാലെ തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ലിഗ്മെന്റിന് ചെറിയ പരിക്ക് പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് എങ്ങനെയെന്ന് പരിശോധിച്ചപ്പോഴാണ് അധ്യാപിക തന്നെ അടിച്ചിരുന്നു എന്നുള്ള വിവരം കുഞ്ഞ് മാതാപിതാക്കളോട് പറയുന്നത്. പിന്നാലെ തന്നെ നിലവിൽ ഇപ്പോൾ കടക്കാവൂർ പോലീസിനും ചൈൽഡ് ലൈനിനുമെല്ലാം കുഞ്ഞിന്റെ രക്ഷിതാക്കൾ പരാതി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവം എന്നുള്ളത് വ്യക്തമായി അന്വേഷിക്കുമെന്ന് സ്കൂളിന്റെ പ്രിൻസിപ്പൽ കൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇത്തരത്തിൽ ഈ ഇംഗ്ലീഷ് എഴുതുന്നതിൽ വേഗത കുറഞ്ഞതുകൊണ്ടാണോ ഈ മർദ്ദനം ഉണ്ടായിട്ടുള്ളത്, മറ്റെന്തെങ്കിലും കാരണമുണ്ടോ, എങ്ങനെ എങ്കിൽ കുഞ്ഞിനെ മർദ്ദിച്ചതിന് എന്തുകൊണ്ട് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും പരിശോധിക്കേണ്ടതുണ്ട്. ഏതായാലും പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം നടത്തുമെന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ടത്. ശരി സുനിഷ.